ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അത്ര വീഡിയോസ് ഞങ്ങളൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ബിസി തിരക്കുകളൊക്കെ ആയിരുന്നുകൊണ്ട് കുറച്ചൊരു മാറി നിൽക്കുകയായിരുന്നു കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഒരുപാട് ആവശ്യമാണ് നമ്മളുടെ ചാനലിൽ. എല്ലാവരും വീഡിയോസ് കാണുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു കാര്യം എടുത്തു പറയുകയാണ്. സോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കൃപാസന സംബന്ധമായിട്ടുള്ളൊരു വീഡിയോയും അതുപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കൃപാസന സംബന്ധമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. കുറേ പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ 24 മണിക്കൂറും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് കൃപാസനം ഒരു അനുഭവം എന്ന് പറയുന്ന നല്ലൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട്. ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങളും അവരുടെ നിയോഗങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആരാധന കുരിശിൻ്റെ വഴി, നമ്മുടെ പരിശുദ്ധ ജപമാല, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മൾക്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. 200-250 മെമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മളത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതിൽ കൂടുതൽ മെമ്പേഴ്സ് നമ്മൾ ഗ്രൂപ്പിൽ എടുക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ചില ആളുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ വന്ന് നിന്നിട്ട് നമ്മൾ നെഗറ്റീവിൽ പറയുന്ന കുറേ ആളുകളുണ്ട്. ഗ്രൂപ്പായിട്ട് ചേർന്ന ചില സമയങ്ങളിലൊക്കെ നമുക്ക് തെറ്റായ കുറച്ച് നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചുകൾ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ചിലരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം അങ്ങനെയുള്ള ഏതൊരു കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത മെമ്പേഴ്സിനെ അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഡിസ്റ്റർബൻസ് തരുന്ന മെമ്പേഴ്സ് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. ഈ ഒരു ഗ്രൂപ്പ് വളരെ ഭക്തിയോട് കൂടിയും അതുപോലെ തന്നെ വളരെ നല്ലൊരു ലക്ഷ്യത്തോടു കൂടി പോകുന്ന ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് പേർക്ക് പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ എത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കേക്ക് നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തകളോട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുന്ന ആളുകൾ, കളിയാക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ മസ്റ്റായിട്ടും ഗ്രൂപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും. ഒരു രീതിയിലുള്ള കളിയാക്കലുകൾ, അങ്ങനെയുള്ള സീറോ ടോളറൻസ് ആണ്. പ്രത്യേകം ഓർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ളൊരു കാര്യങ്ങളുള്ള ആളുകൾ ആരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരണമെന്നില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ ഞാനത് കറക്റ്റായിട്ട് നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്ത് അത് ഒഴിവാക്കുന്നതായിരിക്കും. പ്രത്യേകം ഓർക്കുക, നമ്മൾ 3 ലക്ഷ്യങ്ങളോട് കൂടിയാണ് നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. മെയിനായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന 24 hours 7 days നമ്മൾ പോവുക എന്നുള്ളത് വലിയ ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനമാണ്. കൃപാസനം എന്ന വലിയൊരു അനുഭവത്തെ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും, അല്ലെങ്കിൽ കൃപാസന അമ്മ എന്ന് പറയുന്ന വലിയൊരു അനുഭവത്തെ നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുക, സാക്ഷികളാവുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പും യൂട്യൂബ് ചാനലിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വന്ന് നമ്മളെ ഉപദ്രവിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്ന് നമ്മളെ ഒരു രീതിയിലും മനസ്സമാധാനമായിട്ട് പോകാൻ സമ്മതിക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ അധികം ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു കളിയും നമ്മുടെ അടുത്ത് നടക്കുന്നതല്ല. പ്രത്യേകം ഞാൻ അത് എടുത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ചാരിറ്റി. ചെറിയ രീതിയിലുള്ള ചെറിയ ചാരിറ്റികൾ പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാമാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ ഇനിയും കുറേ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണമാണ് നമ്മൾക്ക് ആവശ്യം. അതല്ലാതെ നിങ്ങൾ മാറി നിന്ന് കുറ്റം പറച്ചിലോ അല്ലെങ്കിൽ മാറി നിന്ന് നമ്മളെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ പറ്റിയൊക്കെ പറയുന്നതല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടുക. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്ക് ഉള്ളവരുണ്ട്, പ്രാർത്ഥനാ നിയോഗങ്ങളായിട്ട് വരുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. കഷ്ടപ്പെടുന്നതിൽ നിന്ന് കയറി വന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും കഷ്ടമുണ്ട്, ബട്ട് എങ്കിൽ കൂടിയും ഒരു പരിധി വരെ ദൈവം അതൊക്കെ മാറ്റി തന്നിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഗ്രൂപ്പിൽ വന്ന് ആരെങ്കിലും ആ രീതിയിൽ എന്നെ കളിയാക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്നെ എന്നല്ല ഗ്രൂപ്പിനെ, എന്നെ എന്നുള്ള വിഷയം മാറി നിൽക്കട്ടെ, ബട്ട് എങ്കിൽ കൂടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സീറോ ടോളറൻസ് ആണ്. ഓഫ് കോഴ്സ് ഐ ഡോണ്ട് അഗ്രി വിത്ത് എനി ഓഫ് ദീസ് തിങ്സ്. ഓക്കെ, അങ്ങനെയുള്ളവരാരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരണം എന്നില്ല. അതുപോലെ തന്നെ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് 1-2 ദിവസമൊക്കെ ഗ്രൂപ്പിൽ നിന്ന് എന്താ നടക്കുന്നതൊക്കെ നോക്കി പോകുന്നവരും അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അപ്പം തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടുകയാണ് ചെയ്യാറ്. സാധാരണ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നവർ അപ്പം തന്നെ നമ്മൾ ബ്ലോക്ക് അടിച്ചു വിടും. പിന്നെ നിങ്ങൾ ഏത് നമ്പറിൽ നിന്ന് കോൺടാക്ട് തിരിച്ച് കയറി വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അതുപോലെ ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസുകൾ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്ന ഞാനായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിന് ഗ്രൂപ്പിൽ നിന്ന് കളിക്കാനോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കുന്നതല്ല.
നിങ്ങൾ എന്ത് കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് അഡ്മിൻ ആയിട്ടുള്ള എന്നോട് കാര്യങ്ങൾ ചോദിച്ച് ഷെയർ ചെയ്തതിന് മാത്രമായിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ ആക്ടിവിറ്റീസുകൾ ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ എന്താ പറയുക, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുള്ളൂ. ബിക്കോസ് നമ്മുടെ ഗ്രൂപ്പ് ഏറ്റവും നന്നായിട്ട് പോകുന്നതിനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഒരു ഹെൽത്തി നേച്ചറിൽ പോകുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പുകളിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ കൃപാസനം റിലേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം കൃപാസനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാതാവ്, ഈശോ എന്നൊക്കെ പറയുന്ന ആ ആ ഒരു കാര്യങ്ങളിലെ ഞാൻ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കൃപാസനത്തിൽ ഞാൻ എൻകറേജ് ചെയ്യുന്നത്. പലരും കൃപാസനത്തിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്, ലൈക്ക് ഒരു പ്രൊമോഷണൽ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ പേര് ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് വേറൊരു ക്വസ്റ്റനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ബിക്കോസ് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് നമ്മുടെ കൃപാസനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം നമ്മൾക്ക് കാണാത്ത അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റുകൾ അതിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു റെഫറൻസോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ആർക്കും അത് മോശമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വേദന ഉണ്ടാക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ദാറ്റ് ഈസ് അവർ പോളിസീസ്. അതുകൊണ്ടാണ് കേട്ടോ, പ്രത്യേകം ഓർക്കുക. അപ്പം കൃപാസന ഗ്രൂപ്പിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥന നിരതരായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് പേർക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അനുഭവം ഉണ്ടാകുന്നുണ്ട്, സാക്ഷികളായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഒരുപാട് പേരുടെ സാക്ഷി നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ, ഗ്രൂപ്പിൽ ഒരുപാട് പേര് നല്ല അനുഭവങ്ങൾ വന്നിട്ട് നമുക്ക് സാക്ഷ്യം പറയാറുണ്ട്. ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നതായിട്ട്, പരീക്ഷകൾ ജയിക്കുന്നതായിട്ട്, അസുഖങ്ങൾ മാറുന്നതായിട്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അകലുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് നല്ല പ്രവൃത്തികൾ നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇതിൽ വേറെ ഒരു കൂട്ടിച്ചേർക്കലുകളോ ഒന്നുമില്ല. നമ്മുടെ മാതാവിനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, കൃപാസന മാതാവിനെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് വേറെ ഒരു കളിയും കാര്യങ്ങളൊന്നുമില്ല. ആരും സംശയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ ഒരു രീതിയിലും തകർക്കാൻ സാധ്യതയില്ല. ഞാൻ എൻ്റെ ഈശോയോടൊപ്പമാണ്, ഞാൻ എൻ്റെ മാതാവിനൊപ്പമാണ്. ഓക്കെ, താങ്ക് യു, ബൈ.